നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി. പിളർപ്പിലേക്ക് നീങ്ങിയ ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടിയിൽ വെടിനിർത്തൽ. അഖിലേഷ് യാദവിനും രാംഗോപാലിനുമെതിരായ അച്ചടക്ക നടപടി പിൻവലിച്ച് മുലായം സിംഗ്. ഇരുവരെയും പാർട്ടിയിൽ തിരിച്ചെടുത്തു. തീരുമാനം മുലായവുമായി അഖിലേഷ് നടത്തിയ കൂടിക്കാഴ്ചയിൽ. മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി അസം ഖാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ സംസ്ഥാനത്ത് ഭരണരാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ച നാടകീയ വഴിത്തിരിവ് സംഭവിച്ചത് ഇന്നലെ വൈകിട്ട്. മകനും മുഖ്യനുമായ അഖിലേഷിനെയും അദ്ദേഹത്തിന്റെ അടുപ്പക്കാരനായ രാംഗോപാൽ യാദവിനെയും പുറത്താക്കി മുലായത്തിന്റെ അപ്രതീക്ഷിത തന്ത്രം. മുലായവും സഹോദരൻ ശിവപാൽ യാദവും ഒരു പക്ഷത്തും അഖിലേഷും ബന്ധു രാംഗോപാൽ യാദവും മറുപക്ഷത്തുമായി സമാജ്വാദിയിൽ അരങ്ങേറിയത് രൂക്ഷമായ യാദവ യുദ്ധം. നിർണായക വേളയിൽ നേട്ടം കൊയ്യാൻ ഒരുങ്ങിയ BJPക്കും BSPക്കും നിരാശ. തമിഴകം ചിന്നമ്മയിൽ. നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ AIADMK ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് തോഴി ശശികല. ജയലളിത തെളിച്ച വഴിയെ പാർട്ടിയെ നയിക്കുമെന്ന് സ്ഥാനമേറ്റ ശേഷം ആദ്യ പ്രതികരണം. പാർട്ടി സ്ഥാനം താൻ സ്വപ്നം കണ്ടിട്ടില്ല. നേതൃപദവി ഏറ്റെടുക്കാൻ നിർബന്ധിതയാവുകയായിരുന്നു എന്നും ശശികല. ഇതുവരെ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരുന്ന ചിന്നമ്മയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ജയയുടെ അഭാവം മറിച്ച് പാർട്ടിയിൽ ഐക്യം ശക്തിപ്പെടുത്തുക. അതേസമയം ശശികലയ്ക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയതിൽ പരോക്ഷ അതൃപ്തി അറിയിച്ച് പാർട്ടിയിലെ ഒരു വിഭാഗം. അഴിമതിക്കറ മാറാതെ. കശുവണ്ടി വികസന കോർപ്പറേഷനെതിരെ വീണ്ടും വിജിലൻസ് അന്വേഷണം. തോട്ടണ്ടി ഇറക്കുമതിയിൽ ത്വരിത അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടറുടെ ഉത്തരവ്. നടപടി കാലാവധി കഴിഞ്ഞ തോട്ടണ്ടി കൂടിയ വിലയ്ക്ക് വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് നവംബർ മാസത്തിൽ നടന്ന 2 ഇറക്കുമതി ഇടപാടുകൾ അന്വേഷണ സംഘം പരിശോധിക്കും. നേരത്തെ റദ്ദാക്കിയ ടെൻഡർ വഴി വീണ്ടും കശുവണ്ടി വാങ്ങിയതായും പരാതി. കോർപ്പറേഷനിലെ അഴിമതിയിൽ CBI അന്വേഷണം പുരോഗമിക്കവെയാണ് പുതിയ ത്വരിത പരിശോധന ഉത്തരവ്. പ്രക്ഷേപണത്തിലെ പ്രതീക്ഷ. നോട്ട് നിരോധനത്തിന്റെ തുടർ നടപടികളിൽ പ്രധാനമന്ത്രിയുടെ പ്രക്ഷേപണത്തിന് കാത്ത രാജ്യം. വരാനിരിക്കുന്നത് ഇളവുകളെന്നും കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളെന്നും അഭ്യൂഹം. ചെറുകിട കർഷകർക്കും വ്യാപാരികൾക്കും പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും. അതിനിടെ ATMൽ നിന്നും പണം പിൻവലിക്കാനുള്ള പ്രതിദിന പരിധി 4500 രൂപയായി ഉയർത്തി റിസർവ് ബാങ്ക് ഉത്തരവ്. ഇളവ് നാളെ പ്രാബല്യത്തിൽ വരും. എന്നാൽ ബാങ്കിൽ നിന്നും ആഴ്ചയിൽ പിൻവലിക്കാവുന്ന പരമാവധി തുകയുടെ പരിധി 24,000 തുടരും. ATM വഴി കൂടുതൽ തുക പിൻവലിക്കാമെന്ന ഉത്തരവോടെ ബാങ്കുകൾ വീണ്ടും അങ്കലാപ്പിൽ. കറൻസി ക്ഷാമത്തിൽ ശ്വാസം മുട്ടുന്നതിനിടെ ആളുകൾ ATMൽ നിന്നും അധിക തുക പിൻവലിച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. അടുത്തയാഴ്ചത്തെ ശമ്പള ദിനങ്ങളും പ്രശ്നസങ്കീർണം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2645 രൂപ, പവൻ 21,160 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.